അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിത്തരുന്ന ഒന്നിനെ കുറിച്ചിട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും അസ്മാഹുൽ ഹുസ്ന എന്നത്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളാണ് അസ്മാഹുൽ ഹുസ്ന എന്ന് പറയുന്നത്. അത് മനഃപ്പാഠമാക്കുന്നവന് തീർച്ചയായിട്ടും സ്വർഗമുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതോടുകൂടി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നത് കൂടെ പറയാം. മനപ്രയാസം ഉള്ളവൻ്റെ പ്രയാസങ്ങൾ നീങ്ങുക തന്നെ ചെയ്യും. അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നവൻ്റെ എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു തആല നീക്കിക്കൊടുക്കുന്നതാണ്. ഒരുപാട് കടങ്ങൾ ഉള്ളവൻ, അതായത് ലക്ഷങ്ങളോ അതിലുപരിയോ കടങ്ങൾ, പണം കടമായി കിടക്കുന്നവൻ്റെ കടം വളരെ പെട്ടെന്ന് തന്നെ വീട്ടാനവൻക്ക് സാധിക്കുന്നതാണ്. അതും അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നവന് അവനറിയാതെ തന്നെ അവൻ്റെ കടങ്ങൾ വീട്ടി തീർക്കുവാനുള്ള വഴികൾ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും എന്നതാണ് പറയുന്നത്. അടുത്തത്, മാറാ രോഗങ്ങൾ വരെ ശിഫയാക്കാൻ കഴിവുള്ള ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. എത്ര ചെറിയതും വലിയതുമായിട്ടുള്ള മാരകവും മാറാ രോഗങ്ങളും അല്ലാഹു തആല നൽകിക്കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നുണ്ട്. ഈ രോഗങ്ങളെല്ലാം നമുക്ക് ശിഫയാക്കി കിട്ടുവാനും പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി പോകുവാനും അസ്മാഉൽ ഹുസ്ന നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കുന്നതാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, പരാജയപ്പെട്ടവന് വിജയം നൽകിക്കൊണ്ടേയിരിക്കും. ഏതൊരു കാര്യത്തിലും ചെയ്യാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും മുന്നിൽ തന്നെ നമ്മൾ പരാജയങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരം വ്യക്തികൾക്ക് അല്ലാഹു തആല വിജയം നൽകുന്ന ഒന്നാണ് അസ്മാഉൽ ഹുസ്ന പതിവാക്കുക എന്നത്. അപ്പോൾ ഇത്രയും ഫലങ്ങൾ അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും അസ്മാഉൽ ഹുസ്ന പതിവാക്കാനും അതുപോലെ മനഃപ്പാഠമാക്കുവാനും ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇനി അസ്മാഉൽ ഹുസ്ന ചൊല്ലേണ്ട സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ചൊല്ലുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന 2 സമയമെന്ന് പറയുന്നത് സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളും കടങ്ങളും എല്ലാം അല്ലാഹു തആല ഇല്ലാതെയാക്കി തരുന്നതാണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സുബ്ഹിയുടെ ശേഷവും മഗ്‌രിബിന് ശേഷവും അസ്മാഉൽ ഹുസ്ന ഓതുവാനും അത് മനഃപ്പാഠമാക്കി ചൊല്ലി നടക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിന് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ നമ്മൾ ഓതുക. ഒരു യാസീൻ ഓതിയതിന് ശേഷം നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും കടങ്ങളും അല്ലാഹു തആല നമ്മൾ അറിയാതെ തന്നെ ഒഴിവാക്കി തരുന്നതാണ്. അതുകൊണ്ട് നാം എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലുവാനും അത് മനഃപ്പാഠമാക്കി ഏത് സമയത്തും അല്ലാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ട് കൊണ്ട് നടക്കുവാനും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല അതിനുള്ള വഴികളും കാര്യങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അസ്മാഉൽ ഹുസ്ന ഒന്ന് നോക്കാം. ഞാൻ അർത്ഥസഹിതം ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പതിവാക്കുവാനും മനഃപ്പാഠമാക്കുവാനും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമുക്കൊന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അർ-റഹ്മാൻ യാ അല്ലാഹ് അർ-റഹീം യാ അല്ലാഹ് അൽ-മലിക് യാ അല്ലാഹ് അൽ-ഖുദ്ദൂസ് യാ അല്ലാഹ് അസ്സലാം യാ അല്ലാഹ് അൽ-മുഅ്മിൻ യാ അല്ലാഹ് المهيمن يا الله العزيز يا الله الجبار يا الله المتكبر يا الله الخالق يا الله البارئ يا الله المصور يا الله الغفار يا الله القهار يا الله الوهاب يا الله الرزاق يا الله الفتاح يا الله العليم يا الله القابض يا الله الباسط يا الله الخافض يا الله الرافع يا الله المعز يا الله المضل يا الله السميع يا الله البصير يا الله الحكم يا الله العدل يا الله اللطيف يا الله الخبير يا الله الحليم يا الله العظيم يا الله الغفور يا الله الشكور يا الله العلي يا الله الكبير يا الله الحفيظ يا الله المقيت يا الله الحسيب يا الله الجليل يا الله الكريم يا الله الرقيب يا الله المجيب يا الله الواسع يا الله الحكيم يا الله الودود يا الله المجيد يا الله الباعث يا الله الشهيد يا الله الحق يا الله الوكيل يا الله القوي يا الله المتين يا الله الولي يا الله الحميد يا الله المحصي يا الله المبدئ يا الله المعيد يا الله المحيي يا الله المميت يا الله الحي يا الله القيوم يا الله الواجد يا الله الماجد يا الله الواحد يا الله الأحد يا الله الصمد يا الله القادر يا الله المقتدر يا الله المقدم يا الله المؤخر يا الله الأول يا الله الآخر يا الله الظاهر يا الله الباطن يا الله الوالي يا الله المتعالي يا الله البر يا الله التواب يا الله المنتقم يا الله العفو يا الله يا الرؤوف يا الله مالك الملك يا الله ذي الجلال والإكرام المقسط يا الله الجامع يا الله الغني يا الله المغني يا الله المانع يا الله الضر يا الله النافع يا الله النور يا الله الهادي يا الله البديع يا الله المعطي يا الله الوارث يا الله الرشيد يا الله الصبور يا الله. ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പതിവാക്കി മനഃപ്പാഠമാക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ.